ഇന്നത്തെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എല്ലാ അർത്ഥത്തിലും ഇന്ത്യൻ പാർലമെന്റിന്റെ ശക്തി അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ ശക്തി തുറന്നു കാണിക്കുന്നതാണ്. ഒന്നാമതായി, ജനങ്ങളെ ബാധിക്കുന്ന മുഴുവൻ വിഷയങ്ങൾ വളരെ കൃത്യമായി അക്കമിട്ട് അതിന്റെ എല്ലാ തെളിവുകളും സഹിതം അവതരിപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്നതൊരു കാര്യം. രണ്ടാമത്, പലപ്പോഴും ഇത് തടയുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി അടക്കം ആഭ്യന്തരമന്ത്രിയും രാജ്യരക്ഷാ മന്ത്രിയും കൃഷിമന്ത്രിയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരിക്കലും പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം അങ്ങനെ എഴുന്നേറ്റ ആളുകൾ തടസ്സപ്പെടുത്താറില്ല. തടസ്സപ്പെടുത്തേണ്ടി വന്നത് ഇദ്ദേഹം പറയുന്നത് അവർക്ക് കൊള്ളുന്നു എന്നതുകൊണ്ടാണ്. മൂന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത്, ലോക്സഭാ പ്രവർത്തനത്തിന് ചട്ടങ്ങളും റൂളുകളും ഒക്കെ ഉണ്ട് എന്ന് BJP-ക്കാർക്ക് മനസ്സിലായത് ഇന്നാണ്. കാരണം ഇതിനു മുമ്പ് തോന്നിയതൊക്കെ ചെയ്യുകയും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത മഹുവ മൈത്രയെ പോലെയുള്ള ആളുകളെ നിരന്തരം സഭയ്ക്ക് പുറത്താക്കുകയും 100-150 ആളുകൾ പോലും പ്രതിപക്ഷത്തു നിന്നും സഭയ്ക്ക് പുറത്തു നിന്നുകൊണ്ട് ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കുകയും ചെയ്ത BJP-ക്കും NDA-ക്കും മോഡിക്കും ഇപ്പോൾ ചട്ടങ്ങളൊക്കെ നോക്കേണ്ടി വന്നിരിക്കുന്നു. അതിന്റെ ഇത്ര 110 എത്ര, 119 എത്ര, 152 എത്ര, 149 എത്ര എന്നൊക്കെ അന്വേഷിച്ച് നടക്കേണ്ടി വന്നിരിക്കുന്നു. ഏതായാലും നന്നായി, ചട്ടങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. വളരെ സഭ്യമായ മാന്യമായ ഭാഷയിൽ BJP-ക്ക് കുറിക്ക് കൊള്ളുന്ന പ്രശ്നങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രാജ്യത്ത് ഒരു മതവും ഹിംസയെ, വെറുപ്പിനെ ന്യായീകരിക്കുന്നില്ല. ഹിന്ദുക്കൾ ഒരിക്കലും ഹിംസയ്ക്കും വെറുപ്പിനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിദ്വേഷത്തിനും കൂട്ടുനിൽക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന നിങ്ങൾ ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്നതേയില്ല. BJP-ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അടിയാണ്. ഞങ്ങൾ ഹിന്ദു പാർട്ടിയാണ്, ഇത് കേട്ടിട്ടാണ് ഞങ്ങൾ ഹിന്ദു പാർട്ടിയാണ് എന്ന് അവകാശപ്പെടുന്ന BJP ഇത് കേട്ട് സഹിക്കാൻ പറ്റില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു എന്ന പേര് ഉന്നയിച്ചുകൊണ്ട് അന്യമതങ്ങൾക്കോട്, വിവിധ വിശ്വാസങ്ങളോട്, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരോട് വെറുപ്പും വിദ്വേഷവും ഹിംസയും നിരന്തരം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആ പാരമ്പര്യത്തിന് കൃത്യമായ ചുട്ട മറുപടിയാണ് രാഹുൽ ഗാന്ധിയിൽ നിന്നുണ്ടായത്. അദ്ദേഹം ശിവന്റെ പടം ഉയർത്തിക്കാട്ടി. തീർച്ചയായും ഒരു ചട്ടമനുസരിച്ച് ഒരു പടം അതോട് ഉയർത്തിക്കാട്ടാൻ പാടില്ല. പക്ഷെ നമ്മുടെ നിയമസഭകളിലും പാർലമെന്റിലും എത്രയോ പ്രാവശ്യം ബ്ലാക്ക് ഫ്ലാഗും മറ്റെന്തെല്ലാം ഉയർത്തി കാണിച്ചിരിക്കുന്നു. വലിയ അതുപോലെ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കാണിച്ചിരിക്കുന്നു. അതൊന്നും വലിയൊരു നിയമലംഘനമായി കാണണ്ട. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് പ്രസക്തം. നിങ്ങൾ ശിവന്റെ ശൂലത്തെയാണ് ബഹുമാനിക്കുന്നതെങ്കിൽ ഞങ്ങൾ അഭയം എന്ന് പറയുന്ന ശിവന്റെ കൈ ഉയർത്തിക്കൊണ്ട്, കൈപ്പത്തിയാണല്ലോ കോൺഗ്രസിന്റെ ചിഹ്നം, ഞങ്ങൾ അഭയമാണ് പറയുന്നത്. ശിവജി ശിവജി എന്ന് അദ്ദേഹം പലവട്ടം ആവർത്തിക്കുന്നു. ഒരിക്കലും ഒരു ഹിംസയ്ക്കും അദ്ദേഹം അതിന് കൂട്ടുനിൽക്കുന്നില്ല. തെറ്റിന് എതിരെ ശക്തമായ നിലപാടെടുക്കും, ധൈര്യത്തോടെ നിലപാടെടുക്കും. അദ്ദേഹം ഉന്നയിക്കാത്ത വിഷയങ്ങളില്ല. അദ്ദേഹം പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അഗ്നിവീറിനെ കുറിച്ചാണ്. അഗ്നിവീർ ഇന്ത്യൻ സൈന്യത്തിന് എതിരാണ്. സൈന്യത്തിന്റെ തീരുമാനമല്ല, മോഡിയുടെ തീരുമാനമാണ് അഗ്നിവീർ എന്നാണ്. മോഡിയുടെ ആണെങ്കിലും അല്ലെങ്കിലും BJP-യുടെ തീരുമാനമായ അഗ്നിവീർ പൊളിഞ്ഞു പാളീസായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് BJP-ക്ക് വലിയൊരു എതിരായി എന്ന് നമ്മൾ പറയുന്നുണ്ട്. അഗ്നിവീറിൽ കൊല്ലപ്പെട്ടാൽ അല്ലെങ്കിൽ അഗ്നിവീറിൽ പങ്കെടുക്കുന്ന 4-6 മാസത്തെ സൈനിക സേവനം മാത്രമുള്ള ആളുകളെ കൊണ്ടുപോയി ചൈന പട്ടാളത്തിന്റെ മുമ്പിൽ തോക്ക് കൊടുത്ത് നിർത്തുന്ന അപഹാസ്യമായ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. സൈന്യവും അഗ്നിവീറും രണ്ടാക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അഗ്നിവീറിൽ പങ്കെടുക്കുന്നവർക്ക് മരിച്ചാൽ പോലും വേണ്ടത്ര പ്രതിഫലം കിട്ടുന്നില്ല, അംഗീകാരം കിട്ടുന്നില്ല. അവരെ രക്തസാക്ഷികളായി മോഡി അംഗീകരിക്കുന്നില്ല, രാജ്നാഥ് സിംഗ് അംഗീകരിക്കുന്നില്ല. പക്ഷെ ഞാൻ അംഗീകരിക്കുന്നു. അഗ്നിവീറിൽ കൊല്ലപ്പെട്ട, യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഒരു അഗ്നിവീർ സൈനികന്റെ വീട്ടിൽ പഞ്ചാബിൽ പോയ അനുഭവം വിവരിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഭാരത് ജോഡോ യാത്രയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ അനുഭവങ്ങൾ വളരെ വലുതാണ്. ഓരോ മനുഷ്യനെയും അവന്റെ പ്രശ്നങ്ങളിലൂടെ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ കാണാൻ കഴിയുക. ഒരു വീട്ടമ്മ വന്ന് പരാതിപ്പെട്ടു, എന്റെ ഭർത്താവ് നിരന്തരം എന്നെ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു, ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതെന്താ കാരണം? രാവിലെ പ്രാതൽ കൊടുക്കാൻ കഴിയുന്നില്ല, ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല, വിലക്കയറ്റമാണ്, സാധനം വാങ്ങാൻ കഴിയുന്നില്ല. ഭർത്താവ് മർദ്ദിക്കുന്നത് ശരിയാണോ എന്നത് രണ്ടാമത്തെ പ്രശ്നമാണ്. ഈ രാജ്യത്തെ വിലക്കയറ്റം കൊണ്ട് സ്ത്രീകൾ ഭയപ്പെട്ട് ജീവിക്കുന്നു. കാരണം വീട്ടിലെ കാര്യം നോക്കേണ്ടത് ഇപ്പോഴും സ്ത്രീകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഭയപ്പെട്ട് ജീവിക്കുന്നു. ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ ഭയപ്പെട്ട് ജീവിക്കുന്നു. തൊഴിലില്ലായ്മ കൊണ്ട് യുവാക്കൾ ഭയപ്പെട്ട് ജീവിക്കുന്നു. അതുപോലെ സൈനികർ ഭയപ്പെട്ട് ജീവിക്കുന്നു. നീറ്റ് പരീക്ഷയുടെ കാര്യം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, വിദ്യാർത്ഥികൾ ഭയപ്പെട്ട് ജീവിക്കുന്നു. സമ്പന്നർക്ക് മാത്രം കടന്നു പോകാനുള്ള ഒരു
ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സൂചിക്കുഴയായി നീറ്റ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കുട്ടികൾ പറയുന്നത്. മെറിറ്റല്ല, പണം വേണം, അഴിമതിയാണ്, തട്ടിപ്പാണ്. ഒരു ഒരു രാഷ്ട്രീയ ഘടന തന്നെ തകർന്നതിന്റെ തെളിവാണ് നീറ്റ് എന്ന് രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടുന്നു. ചട്ടങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ തടയാൻ പല ശ്രമങ്ങളും നടക്കുന്നു. എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് വേറൊരു ചട്ടം ഉന്നയിച്ചുകൊണ്ട് ഹൈബി ഈഡൻ എന്ന നമ്മുടെ എറണാകുളത്തിന്റെ MP അതിന് മറുപടി പറയുന്നതാണ്. MP-യോട് ആ മറുപടി പറയാൻ സ്പീക്കർ തന്നെ ആവശ്യപ്പെടുന്നു. അദ്ദേഹം പറയുന്നു, ഇവിടെ പുസ്തകം പൊക്കി കാണിക്കരുത് അല്ലെങ്കിൽ ചിത്രം പൊക്കി കാണിക്കരുത് എന്നതൊക്കെ ശരിയാണ്, പക്ഷേ ഒരു കുഴപ്പമുണ്ട്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ കയറി ബഹളമുണ്ടാക്കുന്നത് ശരിയാണോ? എന്തൊരു ബഹളമാണ് ഭരണപക്ഷത്തു നിന്നുണ്ടായത്. യഥാർത്ഥത്തിൽ സ്പീക്കർക്ക് ഇന്ന് ഭരണപക്ഷത്തെ നേരിടാനാണ് ബുദ്ധിമുട്ടുണ്ടായത്. ഭരണപക്ഷത്തെ അടക്കിയിരുത്താനാണ്, അവരെ നിയമം പഠിപ്പിക്കാനാണ്, അല്ലാതെ ഇതല്ല. മാത്രമല്ല, നിർഭയമായി നേരോടെ നിന്ന് ആളുകളോട് കാര്യങ്ങൾ പറയാൻ പഠിക്കണം, അത് ചെയ്യണം. ഞാൻ അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. ആ ഉദാഹരണം വളരെ കൃത്യമായ ഒരു ഉദാഹരണമാണ്. സ്പീക്കറെ ഞാൻ കൈപിടിക്കാൻ വന്നപ്പോൾ സ്പീക്കർ എന്നോടൊപ്പം നിന്നാണ് സംസാരിച്ചത്. അത് നല്ല കാര്യമാണ്. പക്ഷേ പ്രധാനമന്ത്രി വന്നപ്പോൾ അങ്ങ് വല്ലാതെ കുനിഞ്ഞു. സ്പീക്കർ അത് ഒഴിഞ്ഞു മാറിയത് അദ്ദേഹം പ്രായം കൂടുതലുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ കുനിഞ്ഞതാണ് എന്ന വളരെ തന്ത്രപരമായ ഒരു ഇടപെടലിലൂടെയാണ്. യഥാർത്ഥത്തിൽ BJP-ക്കാർ പ്രധാനമന്ത്രിയെ ഭയക്കുന്നു എന്ന് പറഞ്ഞാൽ ഭയത്തിന്റെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. നമുക്ക് വേണ്ടത് ഭയത്തിന്റെ അല്ല, നിർഭയത്വത്തിന്റെ, ധീരതയുടെ, സത്യസന്ധതയുടെ ഒരു അന്തരീക്ഷമാണ്. അദ്ദേഹം ഇസ്ലാം മതത്തെയും ഗുരുനാനാക്കിനെയും അതുപോലെ പറഞ്ഞു. മറ്റൊരു പ്രധാന കാര്യം പറഞ്ഞത് മണിപ്പൂരിനെ കുറിച്ചാണ്. മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അറിയാമോ എന്നാണ് ചോദ്യം. അറിയില്ല എന്നതാണ് സത്യം. അദ്ദേഹം അവിടെ പോയിട്ടില്ല. മണിപ്പൂരിലെ സ്ത്രീകളുടെ കണ്ണുനീർ ഞാൻ എത്ര പ്രാവശ്യം കണ്ടു. ഒരു പ്രാവശ്യം താങ്കൾക്ക് അവിടെ പോയോ? അവിടെ സമാധാനം ഉണ്ടാക്കാൻ കഴിഞ്ഞു? അവിടെ വിവിധ വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം നടക്കുമ്പോൾ, സ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോൾ നിങ്ങൾ കയ്യും കെട്ടി നോക്കിയിരുന്നു. നാരി ശക്തിയെക്കുറിച്ചൊക്കെ നിങ്ങൾ ഒരുപാട് സംസാരിക്കും. പക്ഷേ സംഭവിക്കുന്നത് ഇതാണ്. ഇതുപോലെ ഒരു പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം അടുത്ത കാലത്തൊന്നും ഇന്ത്യൻ പാർലമെന്റ് കേട്ടിട്ടില്ല. ഇന്ത്യൻ പാർലമെന്റിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് AKGയുടെയോ അല്ലെങ്കിൽ ഒരു പരിധിവരെ അടൽ ബിഹാരി വാജ്പേയിയൊക്കെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉണ്ടായ, BJP നേതാവാണെങ്കിലും വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്ന ആളാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട തോന്നിയ ഒരു പ്രശ്നം, BJPക്ക് ഇപ്പോഴും ഒരു എതിരഭിപ്രായത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ പാർലമെന്റിൽ എല്ലാവരും അവരുടെ അഭിപ്രായം വെച്ച് ചർച്ച ചെയ്യുക, അതിന് മറുപടി പറയുക എന്നതിന് പകരം എതിരഭിപ്രായം കേട്ടാൽ തിളയ്ക്കുന്ന ഒരു പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ തന്നെ നിയന്ത്രണം വിട്ടുപോയി, പ്രധാനമന്ത്രിയുടെ നിയന്ത്രണം വിട്ടു. അങ്ങനെ വിടാൻ പാടില്ല. ഒരു പ്രധാനമന്ത്രിയും അങ്ങനെ വരാൻ പാടില്ല. അദ്ദേഹത്തെ പോലെ ഇത്രയും 10 കൊല്ലം പ്രധാനമന്ത്രിയായി ഇപ്പൊ 11ാമത്തെ വർഷത്തിരിക്കുന്ന ആളാണ്. രാജ്നാഥ് സിംഗും അമിത്ഷായ്ക്കും വല്ലാതെ വെകിളി പിടിക്കും. അമിത്ഷാ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന പിൻവലിക്കണം, മാപ്പ് പറയണം. എന്ത് പ്രസ്താവന പിൻവലിക്കേണ്ടത്? ഹിന്ദുമതം ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, വെറുപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നത് ഹിന്ദുക്കൾക്കെതിരായ പ്രസ്താവനയല്ല, BJPക്കെതിരായ പ്രസ്താവന. ഹിന്ദുക്കളുടെ പേരിൽ ഇവിടെ നടത്തുക. അദ്ദേഹത്തിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾ അവധേഷ് എന്ന് പറയുന്ന ഫൈസാബാദിൽ നിന്ന് ജയിച്ച MP-യാണ്. അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ടാണ് ചോദിച്ചത്, നിങ്ങളെ എന്താണ് അയോധ്യയിലെ ജനങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി? അദ്ദേഹം പറഞ്ഞു, അയോധ്യയിലെ ജനങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി കൃത്യമായും ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാവണം, വെറുപ്പുണ്ടാകരുത് എന്നതാണ്. ആ കാര്യം അയോധ്യയിലെ MP-യുടെ കൈപിടിച്ച്, ഫൈസാബാദ് MP-യുടെ കൈപിടിച്ചുകൊണ്ട് അദ്ദേഹം ആവർത്തിക്കുമ്പോൾ മോഡിക്ക് ഇരിക്കാൻ കഴിയില്ല. മറ്റൊന്നുകൂടി രാഹുൽ ഗാന്ധി പറഞ്ഞു, മോഡിയും BJPയും ഫൈസാബാദിൽ ഒരു സർവേ നടത്തി, അയോധ്യ ഉൾപ്പെടുന്ന. എന്താ കാര്യം? മോഡിക്ക് അവിടെ മത്സരിക്കാമോ? സർവേയിൽ രക്ഷയില്ല എന്ന് കണ്ടതുകൊണ്ട് മോഡി അവിടെ നിന്ന് പിന്മാറിയതാണ്. ഇത് മോഡിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഷോക്കാണ്. രാജ്യം മുഴുവൻ രാമന്റെ പേര് പറഞ്ഞ് ഊട്ടുപിടിച്ച് രാമന്റെ അമ്പലത്തിലേക്ക് കല്ലും കൊണ്ടുപോയി അതിന് സംഭാവന ഭരിച്ച് അതുകൊണ്ട് പല സ്ഥലത്തും ജയിച്ച, ഇത്ര കാലം പല സംസ്ഥാനങ്ങളിലും രാജ്യത്തും ഭരണം പിടിച്ച ആളുകൾക്ക് അയോധ്യയിലെ പ്രതീതി കൈ ഉയർത്തിക്കൊണ്ട് പറയുന്നു, അയോധ്യയിലെ ജനങ്ങൾ നിങ്ങളെയല്ല ഇഷ്ടപ്പെടുന്നത്, മോഡി അവിടെ മത്സരിച്ചാൽ തോറ്റുപോകും എന്ന അർത്ഥത്തിൽ. വാരണാസിയിലും അദ്ദേഹത്തിന് വലിയ രക്ഷയൊന്നും ഉണ്ടായില്ല. ഒന്നുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ തോൽക്കുമായിരുന്നു എന്ന് പറയുന്നു. ഏതായാലും ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം, പ്രസിഡന്റിന്റെ പ്രസംഗത്തിന് ഉള്ള മറുപടി അല്ലെങ്കിൽ അതിനുള്ള പറ്റിയുള്ള ചർച്ച എന്നുള്ളതിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വളരെ ഗംഭീരമാണ്. ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷമുണ്ട്, ജനങ്ങളുടെ പക്ഷം സംസാരിക്കാൻ അതിന് വലിയ
വലിയ ശേഷിയുണ്ട്. ഏതായാലും എനിക്ക് സന്തോഷമുള്ള മറ്റൊരു കാര്യം, കേരളത്തിലെ ഏതാണ്ട് എല്ലാ മലയാളം ചാനലുകളും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തത്സമയം കാണിച്ചു എന്നത്. അത് നല്ലൊരു കീഴ്വഴക്കമാണ്. കാരണം കേരളം പോലൊരു സംസ്ഥാനം, പ്രത്യേകിച്ചും മോഡിയുടെ ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും ചോദ്യം ചെയ്യുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി ഒരു പ്രതീക്ഷയാണ്. ഇവിടെ ഇത് ന്യൂനപക്ഷങ്ങളുടെ മാത്രമല്ല, ഭൂരിപക്ഷത്തിന്റെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും, യുവാക്കളുടെയും, സ്ത്രീകളുടെയും, കർഷകരുടെയും, വിദ്യാർത്ഥികളുടെയും ഒക്കെ പ്രതീക്ഷയാണ്. കർഷക സമരം അദ്ദേഹം പറഞ്ഞത് കർഷകർ തീവ്രവാദികൾ എന്ന് വിളിച്ചു എന്നാണ്. എന്തുകൊണ്ട് മിനിമം സപ്പോർട്ട് പ്രൈസ് ഒരു നിയമപരമായ ബാധ്യതയാക്കുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോ ഒരു ഗവൺമെന്റ് എങ്ങനെയൊക്കെ പരാജയപ്പെടുന്നു എന്ന് കൃത്യമായി കാണിക്കാൻ അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത് വളരെ പോസിറ്റീവായിട്ടാണ്. നിങ്ങൾക്ക് ഭരണം കിട്ടിയെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു, നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ സീറ്റ് കിട്ടി, ഇതൊക്കെ ശരിയാണ്. നിങ്ങളെ ഭരണാധികാരം ഏൽപ്പിച്ചിരിക്കുന്നു ജനങ്ങൾ, അതും ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. നമുക്ക് രാജ്യത്തിന്റെ പുരോഗതിക്ക് സമവായത്തിൽ മുൻപോട്ട് പോകാം. എന്നാൽ ഈ രാജ്യത്ത് ഹിംസയും വെറുപ്പും വേർതിരിവും വിതയ്ക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഞങ്ങൾ അതിന് തടസ്സം നിൽക്കും, ഞങ്ങൾ അതിനെ തടയിടും. ശക്തമായ പ്രതിപക്ഷമുണ്ട്. ഞാൻ ഒരു വ്യക്തി എന്ന നിലയ്ക്കല്ല, ഇവിടെ എല്ലാ പ്രതിപക്ഷ കക്ഷികളുടെയും നേതാവ് എന്ന നിലയ്ക്ക് തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് വളരെ കൃത്യമായ ജനാധിപത്യബോധം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്.